സോ ഇതുപോലത്തെ കുറെ അധികം ഇയർബഡ്സുകൾ നമ്മൾ അൺബോക്സിംഗ് അതുപോലെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന ഒരു വയർഡ് ഹെഡ്ഫോൺസ് വളരെ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഹെഡ്ഫോൺസ് ആണ്. ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന Yinyoo എന്ന ബ്രാൻഡിൽ നിന്ന് വന്നിട്ടുള്ള വളരെ കൂൾ ആയിട്ടുള്ള വയർഡ് ഹെഡ്ഫോൺസ് ആണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലത്തെ കൂൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഇപ്പൊ തന്നെ മസ്റ്റ് ബി സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. സോ ഫസ്റ്റ് ആയിട്ട് അത്യാവശ്യം നല്ല കൂൾ ആയിട്ടുള്ള പാക്കേജിംഗിലാണ് നമ്മുടെ ഹെഡ്ഫോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊഡക്റ്റിന്റെ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഹെഡ്ഫോൺസ്, നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഹെഡ്ഫോൺസുമായിട്ട് കണക്ട് ചെയ്യേണ്ട അറ്റാച്ചിങ് വയേഴ്സ്, നെക്സ്റ്റ് ആയിട്ട് എക്സ്ട്രാ ഇയർ ടിപ്സ് ആൻഡ് ഫൈനലി യൂസർ മാനുവൽ കാർഡാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റിന്റെ അതുപോലെ തന്നെ കണക്ടിംഗ് വയേഴ്സിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഹെഡ്ഫോൺസിൽ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലോസി പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള വയേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വയേഴ്സിനകത്ത് നമുക്കൊരു ചെറിയ ട്രാൻസ്പെറന്റ് ലുക്കിലാണ് വന്നിട്ടുള്ളത്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു പ്രൊഡക്ട്സ് വന്നിട്ടുള്ളത്. സോ ഇനിയാണ് നമ്മുടെ ഹെഡ്ഫോൺസിന്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുന്നത്. ഈ ഒരു ഹെഡ്സെറ്റിനകത്ത് 10mm മാഗ്നറ്റിക് ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൗണ്ട് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു ഹെഡ്ഫോൺസിൽ നിന്ന് ലഭിക്കുന്നത്. ഓവർ ബൂസ്റ്റഡ് ആയിട്ടുള്ള ബേസ് അല്ല ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള ബേസ് ആണ് വന്നിട്ടുള്ളത്. സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ വോക്കൽ ക്ലാരിറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടാണ് ഇതിനകത്ത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം മ്യൂസിക് ലവേഴ്സിന് എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വയർഡ് ഹെഡ്സെറ്റ് തന്നെയാണിത്. നമുക്ക് സെൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹെഡ്ഫോൺസിനകത്ത് മൈക്ക് അവൈലബിൾ അല്ല. മൈക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹെഡ്ഫോൺസും ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആമസോണിലോ അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഹെഡ്ഫോൺസിന്റെ മെയിൻ ഫീച്ചർ ആയിട്ടുള്ള അറ്റാച്ചിങ് അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യുന്ന ഫീച്ചർ ആണ്. ഈ ഒരു ഹെഡ്ഫോൺസിൽ കണക്ട് ചെയ്തിട്ടുള്ള വയേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ് ഉണ്ടാവുകയാണെങ്കിൽ ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് ഒരു വയർ മാറ്റാൻ പറ്റുന്നതാണ്. അതായത് ഹെഡ്ഫോണിൽ നിന്ന് നമുക്ക് വയർ റിമൂവ് ചെയ്ത് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് നല്ലൊരു ഫീച്ചർ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചർ ആണ്. കാരണം വയറൊക്കെ കട്ടായി പോയ അല്ലെങ്കിൽ വയർ കേടായി പോയ ഹെഡ്ഫോൺസ് ഒക്കെ നമ്മൾ ഫുൾ ആയിട്ട് എടുത്ത് കളയേണ്ടി വരും. സോ ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ വയർ മാത്രം റീപ്ലേസ് ചെയ്താൽ മതി നമുക്ക് ഹെഡ്ഫോൺസ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് ഈ ഒരു ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാൻ വേണ്ടി 3.5mm ഓഡിയോ ജാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എൽ ബാൻഡ് ഷേപ്പിലാണ് നമ്മുടെ ഹെഡ്ഫോൺസ് ജാക്ക് കൊടുത്തിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല സേഫ്റ്റി മെഷറിലാണ് നമ്മുടെ ഹെഡ്ഫോൺസ് ജാക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതൊക്കെയാണ് നമ്മുടെ ഹെഡ്ഫോൺസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി പ്രൈസിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഹെഡ്ഫോൺസ് വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആമസോണിലും ഒക്കെ ഏകദേശം ഒരു 1000 രൂപ പ്രൈസ് പോയിന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മൈക്കുള്ള ഹെഡ്ഫോൺസ് ആണ് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പ്രൈസ് ഹൈ ആണ്. സോ ഈ ഒരു 1000 രൂപ പ്രൈസ് പോയിന്റിൽ ഒരു വയർഡ് ഹെഡ്ഫോൺസ് അടിപൊളിയാണെന്ന് ചോദിക്കുവാണെങ്കിൽ മ്യൂസിക് ലവേഴ്സിന് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഹെഡ്ഫോൺസ് തന്നെയാണിത്. അതുപോലെ ഞാൻ ഗെയിംസും കളിച്ച് നോക്കി, ഞാനത് പറയാനായിട്ട് വിട്ടുപോയി. ഗെയിംസ് കളിച്ചപ്പോഴും അത്യാവശ്യം നല്ല പോലെ ഒരു പെർഫോമൻസ് ആണ് ഇതിനകത്ത് ലഭിക്കുന്നത്. ഗെയിംസ് അങ്ങനെ ഡിലേയോ ലാഗോ ഒന്നും തന്നെ ഈ ഒരു ഹെഡ്ഫോൺസിൽ നിന്ന് വരുന്നില്ല. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു 1000 രൂപീസ് പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതായത് ഈ ഒരു ഹെഡ്ഫോൺസ് ഒരു 500 അല്ലെങ്കിൽ 600 രൂപയ്ക്കൊക്കെയാണ് ലഭിക്കുന്നതെങ്കിൽ വളരെ അമേസിംഗ് ഉള്ള ഒരു ഓപ്ഷൻ ആണിത്. സോ ഫൈനലി ഇതൊക്കെയാണ് നമ്മുടെ ഹെഡ്ഫോൺസിന്റെ അതായത് Yinyoo എന്ന് പറഞ്ഞ വെറൈറ്റി ഉള്ള ഹെഡ്ഫോൺസിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുപോലത്തെ ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.